ഹായ്, എല്ലാവർക്കും പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻസ് അനിമൽ കിങ്ഡത്തിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പൊ ടോപ്പിക് വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കുക. അനിമൽ കിങ്ഡം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക് ആണ്. അനിമൽ കിങ്ഡത്തിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻ വൈസ് ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റാഡുല ഈസ് ഫൗണ്ട് ഇൻ പൈല, സ്റ്റാർഫിഷ്, ലിമുലസ്, ലീച്ച്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് പൈല എന്താണ്? പൈല ഈസ് എ മൊളസ്ക് അല്ലെ? പൈല ഒരു മൊളസ്കയാണ്. സ്റ്റാർഫിഷോ? സ്റ്റാർഫിഷ് ഒരു എക്കിനോഡെർമേറ്റയാണ്. സ്റ്റാർഫിഷ് ഒരു എക്കിനോഡെർമേറ്റയാണ്. ലിമുലസ് എന്ന് പറയുന്നത് ഒരു ആർത്രോപോഡയാണ്. ഓക്കെ, ആർത്രോപോഡയാണ്. ലീച്ച് എന്ന് പറയുന്നതോ? ലീച്ച് എന്ന് പറയുന്നത് ഒരു അനലിഡയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ആദ്യം. അപ്പൊ ആരൊക്കെ ഏതൊക്കെ കാറ്റഗറി ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും റാഡുല എവിടെയാ കാണുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കണം എന്തിനാണ്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. താഴെ നോക്കാം. ലീച്ച്. ലീച്ചിനെ കുറിച്ച് പഠിക്കുമ്പോൾ ലീച്ച് അനലിഡയാണ്. അനലിഡ എന്ന് പറയുന്നത് അനുലസ് ഓർ റിംഗ് ലൈക്ക് സെഗ്മെന്റ്സ് ഉള്ളതിനെയാണ് നമ്മൾ അനലിഡ എന്ന് വിളിക്കുന്നത്. ലീച്ചിനെ കുറിച്ച് പറയുമ്പോൾ ലീച്ച് ഇസ് എ പാരസൈറ്റ്. ലീച്ച് ഒരു ബ്ലഡ് സക്കിംഗ് ആണ്. ബ്ലഡ് സക്കിങ്ങിന് പറയുന്ന വാക്കാണ് സാങ്ക്വിവോറസ് എന്ന വാക്കാണ് നമ്മൾ ബ്ലഡ് സക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സാങ്ക്വിവോറസ് ഇത് ബ്ലഡ് സക്ക് ചെയ്യുന്നു. ഇതിന്റെ സലൈവയിൽ ഒരു ആന്റികോയാഗുലന്റ് ഉണ്ട്. ആന്റികോയാഗുലന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത് തടയുന്ന സാധനമാണ്. അപ്പൊ ഇതിന്റെ ബ്ലഡിൽ കാണുന്ന ആന്റികോയാഗുലന്റ് ആണ് ഹിറുഡിൻ എന്ന് പറയുന്നത്. അപ്പൊ ഹിറുഡിനേറിയ എന്നാണ് ലീച്ചിന്റെ പേര്. ഒരു ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചോളുക. അതൊക്കെ അനിമൽ കിങ്ഡത്തിന്റെ ക്വസ്റ്റ്യന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കോളുക. അപ്പൊ ലീച്ച് എന്ന് പറയുന്ന അനലിഡയാണ്. അനലിഡ എന്ന് വിളിക്കാനുള്ള കാരണം അനുലസ് ഓർ റിംഗ് ലൈക്ക് സെഗ്മെന്റ്സ് ഉള്ളതുകൊണ്ടാണ്. സെഗ്മെന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ മെറ്റാമെറിസം അല്ലെങ്കിൽ സെഗ്മെന്റേഷൻ കാണിക്കുന്ന ആൾക്കാരാണ്. ലീച്ചിന്റെ സലൈവയിൽ ഒരു ആന്റികോയാഗുലന്റ് ഉണ്ട്. ആ ആന്റികോയാഗുലന്റിന്റെ പേരാണ് ഹിറുഡിൻ. അതുകൊണ്ടാണ് ഇതിന് ഹിറുഡിനേറിയ എന്ന പേര് വന്നത്. അത് അവിടെ കിടക്കട്ടെ. അടുത്തത് ലിമുലസ്. ലിമുലസ് എന്ന് പറയുന്ന ആർത്രോപോഡയാണ്. പക്ഷെ ലിമുലസ് ഓർ കിങ് ക്രാബ്, ലിമുലസ് ഓർ കിങ് ക്രാബ് എന്ന് പറയുന്നത് ലിവിങ് ഫോസിലാണ്. ലിവിങ് ഫോസിൽ എന്ന് പറഞ്ഞാൽ അത് വളരെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒന്നും തന്നെ ഇല്ലാത്ത രൂപത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇത് ലിവിങ് ഫോസിൽ എന്ന് പറയുന്നത്. ലിമുലസ് ഒരു ആർത്രോപോഡയാണ്. സ്റ്റാർഫിഷ് എന്ന് പറയുന്നത് എക്കിനോഡെർമേറ്റയുടെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് സ്റ്റാർഫിഷ്. അപ്പൊ ഈ റാഡുല എന്ന് പറയുന്ന സാധനം എന്താണ്? റാഡുല എന്ന് പറയുന്നത് മൊളസ്ക എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ജീവികളില്, മറക്കാതെ പഠിക്കാം, മൊളസ്ക എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ജീവികളില് അവരുടെ വായിൽ കാണുന്ന മൗത്ത് കണ്ടെയ്ൻ കട്ടിംഗ് റാസ്പിംഗ് ഓർഗൻ, ഫയൽ ലൈക്ക് അരം പോലെ കാണുന്ന ഒരു കട്ടിംഗ് ഓർഗൻ ഉണ്ട്, പല്ല് പോലെ എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു കട്ടിംഗ് റാസ്പിംഗ് ഓർഗനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാഡുല എന്ന് പറയുന്നത്. റാഡുല ഈസ് ഫൗണ്ട് ഇൻ മൊളസ്ക. മൊളസ്കയുടെ എക്സാമ്പിൾ ആണ് പൈല. പൈലയുടെ മറ്റൊരു പേരാണ് ആപ്പിൾ സ്നെയിൽ. നമ്മൾ ഞവണി, നത്ത, ഞവണിക്കായ എന്നൊക്കെ പറയുന്ന പൈല ഗ്ലോബോസ അല്ലെങ്കിൽ പൈല അല്ലെങ്കിൽ ആപ്പിൾ സ്നെയിൽ ഒരു മൊളസ്കയാണ്. പൈലയിൽ കാണുന്ന കട്ടിംഗ് റാസ്പിംഗ് ഫയൽ ലൈക്ക് ഓർഗനെയാണ് നമ്മൾ റാഡുല എന്ന് പറയുന്നത്. മൊളസ്കയുടെ ഒരു ഫീച്ചറും കൂടെ മറക്കാതെ പഠിച്ചോളാം. മൊളസ്കയുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഫെദർ ലൈക്ക് ഗിൽസ് ആണ്. ഫെദർ ലൈക്ക് ഗിൽസ്, റെസ്പിറേഷനും എക്സ്ക്രീഷനും സഹായിക്കുന്ന ഫെദർ ലൈക്ക് ഗിൽസ് പ്രസന്റ് ഇൻ ദ മാൻഡിൽ ക്യാവിറ്റി. മാൻഡിൽ ക്യാവിറ്റിയിൽ കാണുന്ന ഫെദർ ലൈക്ക് ഗിൽസ് ഉണ്ട്. ടിനീഡിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫെദർ ലൈക്ക് ഗിൽസ്, ടിനീഡിയ. ടിനീഡിയ എന്ന് പറയുന്നതും ആരുടെ പ്രത്യേകതയാണ്? മൊളസ്കയുടെ പ്രത്യേകതയാണ്. അപ്പൊ ടിനീഡിയയും റാഡുലയാണ് മൊളസ്കയുടെ പ്രത്യേകത. ടിനീഡിയ എന്ന് പറയുന്നത് എവിടെ കാണുന്നതാണ്? മാൻഡിൽ ക്യാവിറ്റിയിൽ കാണുന്നതാണ്. റാഡുല എന്ന് പറയുന്നത് മൗത്തിൽ കാണുന്നതാണ്. മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ പൈലയുടെ എക്സാമ്പിൾസ് പറയാം ഞാൻ. പൈല ഗ്ലോബോസ എന്ന് പറയുന്ന പൈല, സ്ക്വിഡ് അല്ലെങ്കിൽ കട്ടിൽ ഫിഷ് എന്ന് പറയുന്ന സെപ്പിയ. ബാക്കി എല്ലാ ആൾക്കാർക്കും നമ്മൾ പറയാറുണ്ട് ഷെല്ലുണ്ട് മൊളസ്കയ്ക്ക്. അപ്പൊ പൈലയ്ക്ക് ഷെല്ലുണ്ട്. മൈറ്റിലസ്, കല്ലുമക്കായ എന്ന് പറയുന്ന സാധനം, പേൾ ഓയിസ്റ്റർ, മുത്തുച്ചിപ്പി എന്ന് പറയുന്ന സാധനം ഒക്കെ ഷെല്ലുണ്ട്. ഇന്റേണൽ ഷെല്ല് കാണുന്ന സ്ക്വിഡ് അല്ലെങ്കിൽ സെപ്പിയ, ഷെല്ലേ ഇല്ലാത്ത മൊളസ്കയായ ഡെവിൽ ഫിഷ് അല്ലെങ്കിൽ ഒക്ടോപ്പസ്. ഇത്രയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ്. റാഡുല ആൻഡ് ടിനീഡിയ ഇസ് ഫൗണ്ട് ഇൻ മൊളസ്ക. ആൻസർ പൈല മൊളസ്ക ആയതുകൊണ്ട് ഓപ്ഷൻ 1 അല്ലെങ്കിൽ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് പെയർ. ഹിപ്പോകാമ്പസ്. ഹിപ്പോകാമ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിപ്പോകാമ്പസ് എന്ന് പറഞ്ഞാൽ, ഹിപ്പോകാമ്പസ് എന്ന് പറഞ്ഞാൽ ഫിഷ് ആണ് അല്ലെ? ഫിഷ് ആണ് ഹിപ്പോകാമ്പസ്. പാരന്റൽ കെയർ എക്സിബിറ്റ് ചെയ്യുന്ന സീ ഹോഴ്സ് എന്നറിയപ്പെടുന്ന സീ ഹോഴ്സ്,
പാരന്റൽ കെയർ എക്സിബിറ്റ് ചെയ്യുന്ന സീ ഹോഴ്സ് എന്നറിയപ്പെടുന്ന ഇങ്ങനത്തെ മൂവ്മെന്റ്, വെർട്ടിക്കൽ മൂവ്മെന്റ്, മീനൊക്കെ ഇങ്ങനെയല്ലേ പോവാ, അതിന് പകരം ഇങ്ങനത്തെ മൂവ്മെന്റ് ഉള്ള ഫിഷ് ആണ് ഹിപ്പോകാമ്പസ്. ഫിഷിന്റെ ഹാർട്ടിന് എത്ര ചേംബർ ആണ്? ഫിഷിന്റെ ഹാർട്ടിന് 2 ചേംബർ ആണ്. അപ്പൊ ഇത് തെറ്റാണ്. അടുത്തതോ റാണ ഹെക്സാഡക്ടൈല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഫ്രോഗ്, തവളയുടെ ഹാർട്ടിന് എത്ര ചേംബർ ആണ്? 3 ചേംബേർഡ് ഹാർട്ട് ആണ്. അപ്പൊ അതും തെറ്റാണ്. ക്രൊക്കഡൈൽ എന്ന് പറഞ്ഞാൽ റെപ്റ്റൈൽ ആണ്. റെപ്റ്റൈലിന്റെ ഹാർട്ടിന് സാധാരണയായി 3 ചേംബർ ആണ്. പക്ഷെ ക്രൊക്കഡൈൽ എക്സെപ്ഷൻ ആണ്, ക്രൊക്കഡൈലിന് 4 ചേംബർ ആണ്. ഓക്കെ. പാവോ എന്ന് പറഞ്ഞാൽ പാവോ ക്രിസ്റ്റാറ്റസ് നമ്മുടെ പീകോക്ക് ആണ്, നാഷണൽ ബേർഡ് ആയ പീകോക്ക് ആണ് പാവോ എന്ന് പറയുന്നത്. ബേർഡ്സിന് 4 ചേംബേർഡ് ഹാർട്ട് ആണ്. ഇതും തെറ്റാണ്. അപ്പൊ ഇതാണ് ശരിയായ ഉത്തരം, ഓപ്ഷൻ സി, ക്രൊക്കഡീലിയ 4 ചേംബേർഡ് ഹാർട്ട്. ഇത് പഠിക്കുമ്പോൾ ഏറ്റവും നന്നായി പ്രത്യേകമായിട്ട് പഠിക്കേണ്ടത് ഫിഷസിന് 2 ചേംബേർഡ് ഹാർട്ട്, ആംഫീബിയ റെപ്റ്റൈൽസിന് 3 ചേംബേർഡ് ഹാർട്ട്, ബേർഡ്സ് മാമൽസ് 4 ചേംബേർഡ് ഹാർട്ട്, ഫിഷസ് 2 ചേംബേർഡ്, ആംഫീബിയ റെപ്റ്റീലിയ 3 ചേംബേർഡ്, ബേർഡ്സ് ആൻഡ് മാമൽസ് 4 ചേംബേർഡ്. അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ക്രൊക്കഡീലിയ അല്ലെങ്കിൽ ക്രൊക്കഡൈൽ എന്ന് പറയുന്നത് റെപ്റ്റൈൽ ആണ്, പക്ഷെ 3 ചേംബർ ഹാർട്ട് അല്ല, 4 ചേംബേർഡ് ഹാർട്ട് ആണ്. അപ്പൊ സാധാരണഗതിയിൽ 4 ചേംബേർഡ് ഹാർട്ട് ചോദിക്കുമ്പോൾ ക്രൊക്കഡൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ് എന്ന് പറയാം. അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ സി ശരിയായത് കേട്ടോ. Who wrote the book Systema Naturae? Lamarck, Darwin, Wallace, Linnaeus. Who wrote the book Systema Naturae? ആരാണ് സിസ്റ്റമ നാച്ചുറ എഴുതിയത്? സിസ്റ്റമ നാച്ചുറ എഴുതിയത് നമ്മുടെ സ്വന്തം കോൾ ലിനേയസ് ആണ് അല്ലെ? കോൾ ലിനേയസ്. ആരാണ്? കരോളസ് ലിനേയസ്. മോഡേൺ ടാക്സോണമിയുടെ ഫാദർ ആണ് കരോളസ് ലിനേയസ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ, ഒരു ജീവിക്ക് 2 പേരുണ്ടെന്ന്, അതായത് ഉദാഹരണത്തിന് മാൻജിഫറ ഇൻഡിക്ക. മാൻജിഫറ എന്ന് പറയുന്നത് ഫസ്റ്റ് നെയിം ആണ്, ജീനസ് നെയിം ആണ്. ആ ഫസ്റ്റ് നെയിം ജീനസ് നെയിമും ഇൻഡിക്ക എന്ന് പറയുന്ന സ്പീഷീസ് നെയിമും അങ്ങനെ 2 പേരുള്ള ബൈനോമിയൽ നോമൻക്ലേച്ചർ ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്തത് കോൾ ലിനേയസ് ആണ്. പ്ലാന്റേ അനിമാലി എന്ന 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് കോൾ ലിനേയസ് ആണ്. സ്പീഷീസ് പ്ലാന്റേറം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് കോൾ ലിനേയസ് ആണ്. ഫ്ലോറല പോണിക്ക എന്ന് പറയുന്ന പുസ്തകം എഴുതിയതും കോൾ ലിനേയസ് ആണ്. കോൾ ലിനേയസിനെ കുറിച്ച് പറഞ്ഞ ബഹുമതികൾ ഒരുപാടാണ്. കാരണം ടാക്സോണമിയുടെ ഏറ്റവും മോഡേൺ ടാക്സോണമിയുടെ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ആളാണ് കോൾ ലിനേയസ്. ഓക്കെ, അപ്പൊ കോൾ ലിനേയസ് ആണ് റൈറ്റ് ആൻസർ. ഡാർവിൻ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ, ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. സാധാരണഗതിയിൽ ഇവരുടെയൊക്കെ പുസ്തകങ്ങളെ ചോദിക്കുക. ഒന്ന് ഡാർവിന്റെ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ, 2 ലിനേയസിന്റെ സിസ്റ്റമ നാച്ചുറേ, 3 റോബർട്ട് ഹൂക്കിന്റെ സെൽ ആദ്യമായി കണ്ടുപിടിച്ച റോബർട്ട് ഹൂക്കിന്റെ മൈക്രോഗ്രാഫിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ ആൻസർ ലിനേയസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? പ്ലാറ്റിപ്പസ് ലേസ് എഗ്സ്. പ്ലാറ്റിപ്പസ് മുട്ടയിടുന്നു. പ്ലാറ്റിപ്പസ് ആരാ? പ്ലാറ്റിപ്പസ് ഒരു മാമൽ ആണ്. സാധാരണ മാമൽസ് എന്താ ചെയ്യാ? മാമൽസ് ഗീവ് ബർത്ത് ടു യങ് വൺസ് ആൻഡ് ബ്രസ്റ്റ് ഫെഡ് ദ ബേബീസ്. മാമൽസ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും അവർക്ക് പാല് കൊടുക്കുകയും ചെയ്യും. പ്ലാറ്റിപ്പസ് ഒരു മാമൽ ആണ്, പക്ഷേ പ്ലാറ്റിപ്പസ് ഈസ് ആൻ എഗ് ലേയിങ് മാമൽ. മുട്ടയിടുന്ന മാമൽ ആണ് പ്ലാറ്റിപ്പസ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഏതാണ് ശരി എന്നല്ലേ ചോദിച്ചത്? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ മറ്റേതൊക്കെ എങ്ങനെ തെറ്റായത്, എങ്ങനെ അത് കറക്റ്റ് ചെയ്യാൻ നോക്കാം. Camels have non-nucleated RBCs. ക്യാമൽസിന് നോൺ ന്യൂക്ലിയേറ്റഡ് RBC ആണ് ഉള്ളത്. സാധാരണ എല്ലാ മാമൽസിന്റെ RBCയും എങ്ങനെയാണ്? പ്രത്യേകിച്ച് നമ്മുടെ RBC എന്ന് പറഞ്ഞാൽ ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ് ആണ്. RBCs are non-nucleated in mammals except in camel. മാമൽസിന്റെ RBCs നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്, ന്യൂക്ലിയസ് ഇല്ല. പക്ഷെ ക്യാമലിന്റെ RBCക്ക് മാത്രം ന്യൂക്ലിയസ് ഉണ്ട്. ക്യാമൽസ് ഹാവ് നോൺ ന്യൂക്ലിയേറ്റഡ് RBC അല്ല, ക്യാമൽസ് ഹാവ് ന്യൂക്ലിയേറ്റഡ് RBC ആണ്. ബാക്കി ഏത് മാമൽ ആണെങ്കിലും നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്, ക്യാമലിന് മാത്രം ന്യൂക്ലിയേറ്റഡ് ആണ്. അപ്പൊ അത് അടുത്ത, വെയിൽസ് റെസ്പയർ ബൈ ഗിൽസ്. വെയിൽസ് ഗിൽസ് വഴിയാണ് റെസ്പയർ ചെയ്യുന്നത്? അല്ല, വെയിൽസ് റെസ്പയർ ബൈ ലങ്സ്. ലിംബ്ലെസ് ആംഫീബിയൻ ഈസ് ന്യൂട്ട്. ന്യൂട്ട് ആണ് ലിംബ്ലെസ് ആംഫീബിയൻ. എല്ലാ ആംഫീബിയക്കും ലിംസ് ഉണ്ട്, 2 pairs ഓഫ് ലിംസ്. അതായത് ടെട്രാപോഡ എന്ന കാറ്റഗറി പെട്ടതാണ്. ടെട്രാ എന്ന് പറഞ്ഞാൽ 4, പോഡ എന്ന് പറഞ്ഞാൽ 4. ടെട്രാപോഡ വിഭാഗത്തിൽ പെട്ടതാണ് ആംഫീബിയ, റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ്. അപ്പൊ ആംഫീബിയക്ക് 4 കാലുണ്ട്, 2 ഹൈൻഡ് ലിംബും 2 ഫോർ ലിംസും, 2 pairs ഓഫ് ലിംസ്. പക്ഷെ ലിംബ് ഇല്ലാത്ത ആംഫീബിയ ഉണ്ട്, കാലുകളില്ലാത്ത വേം ലൈക്ക് ആയിട്ടുള്ള ആംഫീബിയ ഉണ്ട്. അതിന്റെ പേരാണ് ഇക്തിയോഫിസ്. ഇക്തിയോഫിസ്.
ലിംബ്ലെസ് ആംഫീബിയന്റെ പേരാണ് ഇക്തിയോഫിസ്. പ്രത്യേകം പഠിക്കുക. അപ്പോ ലിംബ്ലെസ് ആംഫീബിയൻ ഇക്തിയോഫിസ് ആണ്. വാലുള്ള ആംഫീബിയ ഏതാ? ന്യൂട്ടൺ സാലമാൻഡർ. വാലുള്ളത് ന്യൂട്ടൺ സാലമാൻഡർ. അതുപോലെ കാലുകൾ ഇല്ലാത്തത് ലിംബ്ലെസ് ആംഫീബിയ ആണ് ഇക്തിയോഫിസ്. പഠിച്ചോളാം കേട്ടോ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്, ഇത് മാത്രമാണ് ശരി. മാമൽസ് ആണെങ്കിലും പ്ലാറ്റിപ്പസ് മുട്ടയിടുന്ന കാറ്റഗറിയാണ്. പ്ലാറ്റിപ്പസ് ലേ എഗ്സ്. Which one of the following groups of animals is correctly matched with this one characteristic feature without even a single exception? ഒരു എക്സെപ്ഷൻ പോലും ഇല്ലാത്ത താഴെ പറയുന്നതിൽ മാച്ച് ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. 1. മമേലിയ give birth to young ones. മമേലിയ give birth to young ones. മാമൽസ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. give birth to young ones. ശരിയാണോ? ശരിയാണ്. കാരണം mammals are animals that give birth to young ones and breastfeed the babies എന്നാ പറയാ. പക്ഷെ നമ്മൾ തൊട്ട് മുമ്പിലത്തെ ക്വസ്റ്റിനെ പഠിച്ചു platypus are mammals that lay eggs. മുട്ടയിടുന്ന mammals ആണ് platypus. അപ്പൊ ഇത് തെറ്റാണ്. അടുത്തതോ reptilia possess 3 chambered heart with one incompletely divided ventricle. reptiliലേക്ക് 3 chambered heart ആണ് with one incompletely divided ventricle. എല്ലാ reptiliലേക്കും 3 chambered heart ആണ്. നമ്മൾ വേറൊരു ക്വസ്റ്റ്യനിൽ പഠിച്ചു crocodileലേക്ക് 4 chambered heart ആണ്. അപ്പൊ അതും തെറ്റാണ്. Chordata possess a mouth provided with an upper and lower jaw. upper jawയും lower jawയും ഉള്ള മൗത്തോട് കൂടി ആൾക്കാരാണ് chordata. ശരിയാണോ? ശരിയല്ല. കാരണം കോഡേറ്റയെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് സെഫലോകോഡേറ്റ, യൂറോകോഡേറ്റ, വെർട്ടിബ്രേറ്റ എന്നാണ്. അപ്പൊ കോഡേറ്റയെ പെട്ടതാണ് വെർട്ടിബ്രേറ്റ. വെർട്ടിബ്രേറ്റ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഏനാത്ത, നാത്തോസ്റ്റൊമാറ്റ എന്നാണ്. ഏനാത്ത എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ജോസ് ഇല്ലാത്തത്. അപ്പർ ജോയും ലോവർ ജോയും ഒന്നും ഇല്ലാത്ത കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് ഏനാത്ത. അപ്പൊ ജോസ് ഇല്ല, അപ്പർ ജോയും ലോവർ ജോയും ഒന്നും ഇല്ലാത്ത സക്കിംഗ് മൗത്ത് ഉള്ള സർക്കുലർ മൗത്ത് ഉള്ള ആൾക്കാരാണ് ഏനാത്ത ഗ്രൂപ്പിൽപ്പെട്ടവര്. ഏനാത്ത ഒരു കോഡേറ്റയാണ്. കാരണം കോഡേറ്റ is divided into cephalochordata, urochordata, vertebrata. Vertebrata is again divided into 2 divisions, anatha, jawless vertebrates, and gnathostomata. ഏനാത്തയില് ഒരു എക്സാമ്പിൾ പഠിച്ചാൽ മതി. പെട്രോമൈസോൺ ആണ് എക്സാമ്പിൾ. നാത്തോസ്റ്റൊമാറ്റയില് വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ക്ലാസ് പിസസ്, സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. ടെട്രാപോഡയെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആംഫിബിയ, റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ്. ഇതും തെറ്റാണ്. Chondrichthyes possess cartilaginous endoskeleton. Chondrichthyes എന്ന് പറഞ്ഞാൽ മീനാണ്. മീനില് കാർട്ടിലേജിനസ് എൻഡോസ്കെൽറ്റൻ ഉള്ളവരെയാണ് chondrichthyes എന്ന് പറയുന്നത്. ബോണി എൻഡോസ്കെൽറ്റൻ ഉള്ളവരെയാണ് ഓസ്റ്റിയത്തിക്സ് എന്ന് പറഞ്ഞാൽ. കാർട്ടിലേജിനസ് എൻഡോസ്കെൽറ്റൻ ഉള്ളവരെ മാത്രമേ അതിനകത്ത് പെടുത്തുള്ളൂ, കോൺട്രറ്റിക്സിനകത്ത് പെടുത്തുള്ളൂ. സോ ഓപ്ഷൻ സി ആണ് ഒരു എക്സെപ്ഷൻ പോലും ഇല്ലാതെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബാക്കി എല്ലാത്തിലും നമ്മൾ എക്സെപ്ഷൻസ് പഠിക്കുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഫൈലം that doesn't have a true coelom. ട്രൂ സീലോം ഇല്ലാത്ത ഫൈലം ഏതാണ്? ട്രൂ സീലോം ഇല്ലാത്ത ഫൈലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈലം പഠിക്കുന്ന സമയത്ത് ഒന്നാമത്തെ ഫൈലം പോറിഫറ, 2 സിലിൻഡ്രേറ്റ, 3 ടിനോഫോറ, 4 പ്ലാറ്റിഹെൽമിന്തസ്, 5ാമത്തെ ആഷ് ഹെൽമിന്തസ്. ഈ ആഷ് ഹെൽമിന്തസ് ആണ് ഫോൾസ് സീലോം അല്ലെങ്കിൽ സ്യൂഡോ സീലോം ഉള്ള ആൾക്കാര്. ആഷ് ഹെൽമിന്തസ്. അതിനുശേഷമുള്ള ആൾക്കാർക്കൊക്കെ ട്രൂ സീലോമാണ്. അതിന് മുകളിലുള്ളവരൊക്കെ സീലോം ഇല്ലാത്ത ആൾക്കാരാണ്. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. അതായത് ആഷ് ഹെൽമിന്തസിന് മുമ്പില് നമ്മൾ എത്ര ഫൈലം പഠിക്കുന്നു അവരെല്ലാം എ സീലോമേറ്റ് ആണ്. ആഷ് ഹെൽമിന്തസിന് ശേഷം എത്ര പഠിക്കുന്നു അതൊക്കെ സീലോമേറ്റ് ആണ്. സീലോം ഇല്ലാത്തവർ എ സീലോമേറ്റ്, സീലോം ഉള്ളവർ സീലോമേറ്റ്, ഫോൾസ് സീലോം ഉള്ളവർ സ്യൂഡോ സീലോമേറ്റ്. അപ്പോ ഇവിടെ ട്രൂ സീലോം ആർക്കാണുള്ളത്? പ്ലാറ്റിഹെൽമിന്തസ് മുകളിലത്തെ ആളല്ലേ? ട്രൂ സീലോം ഉണ്ടോ? ഇല്ല. അൻലിഡ അതിന് ശേഷം അല്ലേ? ആണ്. അപ്പോ അൻലിഡത്തിന് ശേഷമാണ്, ആഷ് ഹെൽമിന്തസിന് ശേഷമാണ് അൻലിഡ, ആർത്രോപോഡ്, ഐക്കിനോഡെർമേറ്റ, മൊളസ്ക. ഇവർക്കുണ്ട്. ആർക്കാ ഇല്ലാത്തത്? പ്ലാറ്റിഹെൽമിന്തസിന് ട്രൂ സീലോം ഇല്ല. സോ പ്ലാറ്റിഹെൽമിന്തസ് ആണ് എ സീലോമേറ്റ് അനിമൽസ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, മെയിൽ മൊസ്കിറ്റോസ് യൂഷ്വലി ഫീഡ് ഓൺ ഗാർബേജ്, ഹ്യൂമൻ ബ്ലഡ്, ഫ്ലവർ സാപ്പ്, ഓൾ ദ എബോവ്. നമ്മുടെ മെയിൽ മൊസ്കിറ്റോസ് ഫീമെയിൽ മൊസ്കിറ്റോസ് നമ്മളുടെ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാല് മെയിൽ മൊസ്കിറ്റോസ് എന്ന് പറയുന്ന പാവങ്ങളാണ്.
ഫ്ലവർ സാപ്പ് സക്ക് ചെയ്യുന്ന ആൾക്കാരാണ് മെയിൽ മൊസ്കിറ്റോസ്. ഫീമെയിൽ മൊസ്കിറ്റോസോ? ഫീമെയിൽ മൊസ്കിറ്റോസ് ആർ ബ്ലഡ് ഫീഡിങ് സാങ്വിവോറസ് ചോര കുടിക്കുന്ന ആൾക്കാരാണ് ഫീമെയിൽ മൊസ്കിറ്റോസ്. എക്സാമ്പിൾ ആരാ? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ, മലേറിയ മാൻ എന്ന് പഠിക്കാം. മലേറിയ അനോഫിലസ് മാൻ. മലേറിയയുടെ എമ്മും അനോഫിലസിന്റെ എയും. മലേറിയ ഉണ്ടാക്കുന്ന ഫീമെയിൽ, മലേറിയയുടെ കാരിയർ അല്ലെങ്കിൽ വെക്ടർ എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ്. ഫൈലേറിയാസിസ് മന്ത് ഉണ്ടാക്കുന്നതോ ഫീമെയിൽ ക്യൂലെക്സ് മൊസ്കിറ്റോസ്. അപ്പോ ഫീമെയിൽ മൊസ്കിറ്റോസ് ആണ് സാങ്വിവോറസ്. മെയിൽ മൊസ്കിറ്റോസ് എന്ന് പറയുന്നത് ഫ്ലവർ സാപ്പിന്റെ ആൾക്കാരാണ്. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഈസ് ഫൗണ്ട് ഇൻ സീ അനിമൺ, സീ പെൻ, സീ കുക്കുംബർ, സീ ഹോഴ്സ്. ആരില്ല കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീ പെൻ എന്ന് പറയുന്നത് പെന്നാറ്റുല എന്ന് പറയുന്നത് ഒരു സിലിൻഡ്രേറ്റ ആണ്. എക്സാമ്പിൾസ് പഠിക്കണം. സീ പെൻ ഓർ പെന്നാറ്റുല എന്ന് പറയുന്നത് ആരാണ്? ഒരു സിലിൻഡ്രേറ്റ ആണ്. ഓക്കെ. സീ കുക്കുംബർ എന്ന് പറയുന്നത് ഒരു എക്കിനോഡെർമേറ്റ ആണ്. കടൽ വെള്ളരി എന്ന് പറയും. ഇതിന്റെ പ്രത്യേകത, വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മൾ ഈ സീ കുക്കുംബറിനെ പിടിച്ചു കഴിഞ്ഞാൽ സീ കുക്കുംബർ എന്ത് ചെയ്യും? അതിന്റെ ബാക്കിൽ കൂടെ വെള്ളത്തിനെ ചീറ്റി തെറിപ്പിക്കും. അങ്ങനെ ബാക്കിൽ കൂടെ വെള്ളത്തിനെ ചീറ്റി തെറിപ്പിച്ചാൽ വീണ്ടും നമ്മൾ അതിനെ പിടിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ വിസറൽ ഓർഗൻസ് മുഴുവൻ പുറത്തേക്ക് കളയും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എവിസറേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട്. വിസറൽ ഓർഗൻസ് എക്സ്പെൽ ചെയ്ത് കളയും. എവിസറേഷൻ. ഓക്കെ, എവിസറേഷൻ. വിസറൽ ഓർഗൻസ് എക്സ്പെൽ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എവിസറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതും ചെയ്യുന്നത് ആരാണ്? സീ കുക്കുംബർ ആണ്. ഡിഫൻസ് മെക്കാനിസം ആണ് സീ കുക്കുംബറിന്റെ. അപ്പൊ സീ കുക്കുംബറിന്റെ ഡിഫൻസ് മെക്കാനിസം ആണ് എവിസറേഷൻ എന്ന് പറയുന്നത്. സീ കുക്കുംബർ ഒരു എക്കിനോഡെർമേറ്റ ആണ്. ഓക്കെ. സീ ഹോഴ്സ് എന്ന് പറയുന്നത് കടൽ കുതിര അല്ലെങ്കിൽ ഹിപ്പോ ക്യാമ്പസ്, അതൊരു ഫിഷ് ആണ്. ഓക്കെ. കടൽ കുതിര അല്ലെങ്കിൽ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത് ഒരു ഫിഷ് ആണ്. സീ അനിമോൺ എന്ന് പറയുന്നത് ഒരു സിലിൻഡ്രേറ്റ ആണ്. സീ അനിമോൺ ഈസ് ഓൾസോ എ സിലിൻഡ്രേറ്റ. വാട്ടർ വാസ്കുലർ സിസ്റ്റം ആർക്കാ ഉള്ളത്? വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത്, വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിന് വേറൊരു പേരുണ്ട്, ആംബുലാക്രൽ സിസ്റ്റം. എന്താ പറയാ? ആംബുലാക്രൽ സിസ്റ്റം. വാട്ടർ വാസ്കുലർ സിസ്റ്റം ഓർ ആംബുലാക്രൽ സിസ്റ്റം എന്ന് പറയുന്നത് ആരിലാ കാണുന്നത്? എക്കിനോഡെർമേറ്റയിലാണ്. ഉദാഹരണത്തിന് നമ്മുടെ സ്റ്റാർ ഫിഷ് എന്ന് വിചാരിക്കുക. ഇങ്ങനെ 5 റേഡിയേറ്റിംഗ് ആംസ് ഉണ്ട്. ഇതിന്റെ അടിയിൽ കൂടെ 5 ചാലുകളുണ്ട്. അതിനകത്തൂടെ കുഞ്ഞു കുഞ്ഞു കാലുകൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം, അതായത് ഇരയെ പിടിക്കാനും പ്രേ ക്യാപ്ചറിങ്ങിനും ഡിഫൻസിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാട്ടർ വാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ ആംബുലാക്രൽ സിസ്റ്റം കാണുന്നത് എക്കിനോഡെർമേറ്റയിലാണ്. ഇതിൽ ആരാ എക്കിനോഡെർമേറ്റ? സീ കുക്കുംബർ. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. വാട്ടർ കനാൽ സിസ്റ്റം കാണുന്നത് ആരിലാണ്? വാട്ടർ കനാൽ സിസ്റ്റം കാണുന്നത് പോറിഫറയിലാണ്. അതായത് ഓസ്റ്റിയ വഴി വെള്ളം അകത്ത് കയറി സ്പോഞ്ചോസീൽ വഴി വന്ന് അത് ഓസ്കുലം വഴി പുറത്തേക്ക് പോകുന്ന ഒരു വാട്ടർ കനാൽ സിസ്റ്റം കാണുന്നത് സ്പോഞ്ചസിലും. വാട്ടർ വാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ ആംബുലാക്രൽ സിസ്റ്റം കാണുന്നത് ആരിലാണ്? എക്കിനോഡെർമേറ്റയിലുമാണ് കേട്ടോ. Which of the following is a characteristic feature of the animals belonging to the phylum Chordata? Chordata features: presence of true coelom, segmented body, bilateral symmetry, notochord. ഇതിൽ ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ ഏതാ? നോട്ടോകോഡ്. നോട്ടോകോഡ് ഉള്ളത് കൊണ്ടാണ് അവരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? കോഡേറ്റ എന്ന് വിളിക്കുന്നത്. ബൈലാറ്ററൽ സിമെട്രി കാണിക്കാറുണ്ട് കേട്ടോ, കോഡേറ്റ എന്ന് വിളിക്കാറുണ്ട്. ഇതില് സെഗ്മെന്റഡ് ബോഡി ഒഴിച്ച് ബാക്കി എല്ലാം കാണിക്കാറുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നോട്ടോകോഡ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നോട്ടോകോഡ് ആണ്. The animals which possess notochord are known as chordata. Without notochord are known as non-chordata. Animals that can regulate their body temperature internally are known as poikilotherms, homeotherms, ectotherms, mesotherms. 2 തരം അനിമൽസ് ഉണ്ട്. ബോഡി ടെമ്പറേച്ചറിന്റെ റെഗുലേഷനെ ബേസ് ചെയ്തുകൊണ്ട് 2 തരം അനിമൽസിനെ കാണാം. ഒന്ന്, they can change their body temperature in accordance with the surrounding temperature. ചുറ്റുപാടുമുള്ള ടെമ്പറേച്ചറിനനുസരിച്ച് ബോഡി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ കഴിവുള്ളവരുണ്ട്. ചുറ്റുപാടുള്ള ടെമ്പറേച്ചറിനനുസരിച്ച് ബോഡി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാതെ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഉള്ളവരുണ്ട്. കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഉള്ള ആൾക്കാരാണ് ബേർഡ്സും മാമൽസും. കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഉള്ള ആൾക്കാരാണ് ബേർഡ്സും മാമൽസും. അപ്പൊ നമുക്കൊക്കെ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ആണ്, ടെമ്പറേച്ചർ മാറില്ല. അങ്ങനെയുള്ള ആൾക്കാരെ വാം ബ്ലഡഡ് എന്ന് പറയും.
കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ ഉള്ള ആൾക്കാരെ വാം ബ്ലഡഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഹോമിയോതേംസ് എന്ന് പറയും, ഹോമിയോതേംസ്. അതേസമയം ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലാതെ ചുറ്റുപാടിനനുസരിച്ച് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പറയും കോൾഡ് ബ്ലഡഡ് അനിമൽസ്, കോൾഡ് ബ്ലഡഡ് അനിമൽസ്, അല്ലെങ്കിൽ പോയിക്ലോതേംസ്, പോയിക്ലോതേംസ്. അപ്പൊ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഇല്ലാത്ത ബോഡി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരാണ് ഫിഷസ്, ആംഫിബിയ, റെപ്റ്റൈൽസ്. അവരാണ് കോൾഡ് ബ്ലഡഡ് അല്ലെങ്കിൽ പോയിക്ലോതേംസ്. കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഉള്ള ആൾക്കാരാണ് വാം ബ്ലഡഡ് അനിമൽസ് അല്ലെങ്കിൽ ഹോമിയോതേംസ്. അവരാണ് ബേർഡ്സ് ആൻഡ് മാമൽസ്. വാം ബ്ലഡഡിന് എക്സാമ്പിൾ ബേർഡ്സും മാമൽസും. വാം ബ്ലഡഡിനെയാണ് ഹോമിയോതേംസ് എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഇല്ലാത്തവരാണ് പോയിക്ലോതേംസ് അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ്. അവരാണ് ഫിഷസ്, ആംഫിബിയ, റെപ്റ്റൈൽസ്. ബേർഡ്സ് ആൻഡ് മാമൽസ് ബിലോങ് ടു ദ സബ്ഫൈലം. ഏത് സബ്ഫൈലത്തിലാണ് ബേർഡ്സ് ആൻഡ് മാമൽസ് വരുന്നത്? യൂറോകോഡേറ്റ, സെഫലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ, ഹെമികോഡേറ്റ. അതില് വെർട്ടിബ്രേറ്റയിലാണ് വരുന്നത്. നമുക്കറിയാം കോഡേറ്റെ, യൂറോകോഡേറ്റ, സെഫലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ, ഇങ്ങനെ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതില് ഇവർ രണ്ടുപേരെയും നമ്മൾ വിളിക്കുന്നത് പ്രോട്ടോകോഡേറ്റ് എന്നാണ്, പ്രിമിറ്റീവ് കോഡേറ്റ എന്നാണ് അല്ലെ. പ്രിമിറ്റീവ് ആയിട്ടുള്ള കോഡേറ്റ എന്നാണ് വിളിക്കുന്നത്. അവർക്ക് നോട്ടോകോഡ് മാത്രമേ ഉള്ളൂ, മാറിയിട്ടൊന്നുമില്ല. അതേസമയം നോട്ടോകോഡ് മാറുന്ന ആൾക്കാരെ, നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദ വെർട്ടിബ്രൽ കോളം, അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ വെർട്ടിബ്രേറ്റ എന്ന് പറയുന്നത്. ഈ വെർട്ടിബ്രേറ്റയെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ആ ഡിവിഷനിൽ നാത്ത, നാത്തോസ്റ്റൊമാറ്റ. ഈ നാത്തോസ്റ്റൊമാറ്റയെ വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫിഷസ് ആൻഡ് ടെട്രാപോഡ. ടെട്രാപോഡയിൽ പെട്ടവരാണ് ആംഫിബിയ, റെപ്റ്റൈൽസ്, ബേർഡ്സ് ആൻഡ് മാമൽസ്. ബേർഡ്സ് മാമൽസ് എഴുതിപ്പെട്ടതാണ് വെർട്ടിബ്രേറ്റ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. The stinging cells or nematocysts are present in animals belonging to the phylum Porifera, Cnidaria, Platyhelminthes, Annelida. Stinging cells അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാപ്സ്യൂൾ ആണ്. ആ ക്യാപ്സ്യൂളിനകത്ത് ഇങ്ങനെ സ്പ്രിങ് ഉണ്ടാവും. ഈ സ്പ്രിങ്ങിനകത്ത് ഒരു സ്റ്റിങ് ഉണ്ടാവും. ഒരു ക്യാപ്സ്യൂളിനകത്ത് ഒരു സ്റ്റിങ് കാണുന്നുണ്ട്, അതിനെ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ എന്ന് പറയും. ഇങ്ങനെ ഇരിക്കും. അപ്പൊ ആവശ്യം വരുമ്പോ അതെന്താ ചെയ്യുന്നത്? പ്രേയെ ക്യാപ്ചർ ചെയ്യാനാണെങ്കിലും, അത് ഡിഫൻസ് മെക്കാനിസത്തിനാണെങ്കിലും, അതുപോലെ എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കാൻ, നങ്കൂരമിട്ട് നിൽക്കാനാണെങ്കിലും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് സ്റ്റിങ്ങിങ് സെൽസ് അല്ലെങ്കിൽ സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ. അതും അല്ലെങ്കിൽ നിമറ്റോസിസ്റ്റ് എന്ന് പറയുന്ന സാധനം. നിമറ്റോസിസ്റ്റ്, നിഡോസൈറ്റ് അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റ്, നിഡോബ്ലാസ്റ്റ്, നിഡോസൈറ്റ്, സ്റ്റിങ്ങിങ് സെൽസ്, സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ എന്നൊക്കെ പറയുന്ന സാധനം ആർക്കാ ഉള്ളത്? നിഡേറിയയ്ക്ക്. ഈ നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ് അല്ലെങ്കിൽ സ്റ്റിങ്ങിങ് സെൽ, സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ഉള്ളത് കൊണ്ടാണ് സിലിൻഡ്രേറ്റയെ നമ്മൾ എന്ത് വിളിക്കുന്നത്? നിഡേറിയ എന്ന് വിളിക്കുന്നത്. സിലിൻഡ്രേറ്റ എന്ത് വിളിക്കുന്നത്? നിഡേറിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആർക്കാ ഉള്ളത്? സിലിൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. Which of the following animals does not have a false body cavity? False body cavity. Animals does not have a false body cavity. ആർക്കാ ഇല്ലാത്തത്? എർത്ത്-വർം, റൗണ്ട്-വർം, ജെല്ലി ഫിഷ്, ലിവർ ഫ്ലൂക്ക്. ഇതിനകത്ത് ഫോൾസ് ബോഡി ക്യാവിറ്റി ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ റൗണ്ട്-വർമിന് മാത്രമാണ് ഫോൾസ് ബോഡി ക്യാവിറ്റി അല്ലെങ്കിൽ സ്യൂഡോസീലോം ഉള്ളത്. അപ്പൊ ബാക്കി ആർക്കും തന്നെ എന്തില്ല? ഫോൾസ് ബോഡി ക്യാവിറ്റി അല്ല. എർത്ത്-വർം എന്ന് പറഞ്ഞാൽ അനലിഡ ആണ്, ട്രൂ ബോഡി ക്യാവിറ്റി ആണുള്ളത്. ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞാൽ സിലിൻഡ്രേറ്റ ആണ്, സിലിൻഡ്രേറ്റയ്ക്ക് ബോഡി ക്യാവിറ്റിയേ ഇല്ല. ലിവർ ഫ്ലൂക്ക് എന്ന് പറഞ്ഞാൽ പ്ലാറ്റിഹെൽമിൻസ് ആണ്, ബോഡി ക്യാവിറ്റി ഇല്ല. സോ ബോഡി ക്യാവിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് ഇവരൊക്കെ. ആകെ ബോഡി ക്യാവിറ്റി, ഫോൾസ് ബോഡി ക്യാവിറ്റി ഉള്ളത് ആർക്കാ? റൗണ്ട് വർംസിനാണ്. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് അനിമൽസ് ഹാവ് എ ഫോൾസ് ബോഡി ക്യാവിറ്റി എന്നാക്കാം നമുക്കതിനെ. അത് റൗണ്ട് വർംസ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, സിറിങ്സ് ഈസ് ഫൗണ്ട് ഇൻ. സിറിങ്സ് എന്ന് പറയുന്നത് ശബ്ദം ഉണ്ടാക്കുന്നതാണ്. ആരില്? നമ്മുടെ ബോഡിയിലെ വോക്കൽ കോഡ്സ് ഉള്ള പോലെ പക്ഷികളിൽ ശബ്ദം ഉണ്ടാക്കാൻ സഹായിക്കുന്നവരാണ് സിറിങ്സ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ആണ് സിറിങ്സ് എന്ന് പറയുന്നത്. വോക്കൽ കോഡ് എന്നൊക്കെ പറയാം പക്ഷികളില്. ബേർഡ്സ് ആണ് റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഈസ് ഇൻകറക്റ്റ്? നിമറ്റോഡ. നിമറ്റോഡ എന്ന് പറയുന്നത് റൗണ്ട് വർംസ് ആണോ?
ആണ്. നിമറ്റോഡ എന്ന് പറയുന്നത് റൗണ്ട് വേംസ് ആണ്. സ്യൂഡോസീലോമേറ്റ് അല്ലേ? ആണ്. സ്യൂഡോസീലോമേറ്റ് ഉള്ള ഒരേ ഒരു ഫൈലം എന്ന് പറയുന്നത് നിമറ്റോഡയാണ്. രണ്ടാമത്തെ കാൽക്കേരിയ, ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉണ്ട്, പക്ഷെ സീലോം ഇല്ല. സീലോം ഇല്ല. ഇത് റൗണ്ട് വേംസ് ആണ്, സ്യൂഡോസീലോമേറ്റ് ആണ്. ഇതിനകത്ത് ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റിന്റെ സീലോം ഇല്ല. അടുത്ത എക്കിനോഡർമേറ്റ. എക്കിനോഡർമേറ്റിക് സീലോം ഇല്ലേ? ഉണ്ട്. ബൈലാറ്ററൽ സിമെട്രി ആണോ? അല്ല. അപ്പൊ അത് തെറ്റ്. അപ്പൊ അടുത്തത് പ്ലാറ്റിഹെൽമിന്തസ്. ഫ്ലാറ്റ് വേംസ് ആണ് പ്ലാറ്റിഹെൽമിന്തസ്. എ സീലോമേറ്റ് ആണ്. അപ്പൊ ഇവിടെ നിമറ്റോഡ എന്ന് പറയുന്നത് സ്യൂഡോസീലോമേറ്റ് ആണ്, റൗണ്ട് വേംസ് ആണ്. സ്യൂഡോസീലോമേറ്റ് ആണ്, റൗണ്ട് വേംസ് ആണ്. ഇത് ശരിയാണ്. അതുപോലെ ഇതില് സീലോം പ്രസന്റ് ആണോ? സീലോം പ്രസന്റ് അല്ല. അപ്പൊ ഇത് ശരിയാണ്. സീലോം പ്രസന്റ്, ഇത് തെറ്റാണ് അല്ലെ? ഇത് തെറ്റാണ്. അടുത്തതോ എക്കിനോഡർമേറ്റിലെ സീലോം ഉണ്ട്, പക്ഷെ ബൈലാറ്ററൽ സിമെട്രി ആണോ? അല്ല. അപ്പൊ അതും തെറ്റാണ്. ഇവിടെ പ്ലാറ്റിഹെൽമിന്തസ് ഫ്ലാറ്റ് വേംസ് ആണ്, എ സീലോമേറ്റ് ആണ്. ശരിയാണ്. അപ്പൊ ഈ രണ്ട് കോമ്പിനേഷൻസ് ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഇസ് ഇൻകറക്റ്റ്? ശരിയല്ലാത്ത ഏതെന്നാണ് ചോദിച്ചത്. ശരിയല്ലാത്തെന്ന് പറഞ്ഞാല് ഇത് നമുക്ക് ശരിയല്ല അല്ലെ? അതുപോലെ ഇതും ശരിയല്ല. രണ്ടെണ്ണം ശരിയല്ല. അടുത്ത സെലക്ട് ദ കറക്റ്റ് പെയർ. ആർത്രോപോഡ. ആർത്രോപോഡയെ പെട്ടതാണ് സിൽവർ ഫിഷ്. സിൽവർ ഫിഷ് എന്ന് പറഞ്ഞാൽ പഴയ പുസ്തകങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ പഴയ പുസ്തകങ്ങളിൽ കൂടെ കുടുകുടാന്ന് ഓടുന്ന സിൽവർ കളർ കാണുന്ന ഒരു സ്ട്രക്ചറിനെയാണ് സിൽവർ ഫിഷ് എന്ന് പറയുന്നത്. അത് ആർത്രോപോഡയാണ്. ഫിസസ്, ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് ഫിഷ് ആണോ? അല്ല. ജെല്ലി ഫിഷ് എന്ന് പറയുന്നത് ഓറേലിയ ആണ്. ഓറേലിയ എന്ന് പറയുന്നത് ഒരു സിലിൻഡ്രേറ്റ ആണ്. സിലിൻഡ്രേറ്റ ഫിഷ് അല്ല. ഫിഷ് അല്ല എന്നുള്ളത് പോട്ടെ, കോഡേറ്റ പോലും അല്ല. എക്കിനോഡർമേറ്റ, കട്ടിൽ ഫിഷ്. എക്കിനോഡർമേറ്റ ആണോ കട്ടിൽ ഫിഷ്? അല്ല. മൊളസ്ക ആണ് കട്ടിൽ ഫിഷ്. അതായത് സെപ്പിയ, ഇന്റേണൽ ഷെല്ല് കാണുന്ന കണവ, കൂന്തൽ എന്നൊക്കെ പറയുന്ന സ്ക്വിഡ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, മൊളസ്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കട്ടിൽ ഫിഷ്. എക്കിനോഡർമേറ്റ അല്ല. മൊളസ്ക, സ്റ്റാർ ഫിഷ്. സ്റ്റാർ ഫിഷ് എന്ന് പറയുന്ന ഫിഷ് ആണോ? അല്ല. സ്റ്റാർ ഫിഷ് എന്ന് പറയുന്നത് ഒരു എക്കിനോഡർമേറ്റ ആണ്. സ്റ്റാർ ഫിഷ് ഒരു എക്കിനോഡർമേറ്റ ആണ്, കട്ടിൽ ഫിഷ് ഒരു മൊളസ്കയാണ്. അപ്പോ ഇതിൽ ശരിയേതാ? ആർത്രോപോഡ. ഈ പറഞ്ഞ ആൾക്കാരിൽ സിൽവർ ഫിഷ് ഫിഷ് അല്ല, ജെല്ലി ഫിഷും ഫിഷ് അല്ല, കട്ടിൽ ഫിഷും ഫിഷ് അല്ല, സ്റ്റാർ ഫിഷും ഫിഷ് അല്ല. 4 കൂട്ടരും ഫിഷ് അല്ല. ഇനിയുണ്ട് ഡെവിൾ ഫിഷ് ഫിഷ് അല്ല, ഹാക്ക് ഫിഷ് ഫിഷ് അല്ല. ഇവരൊന്നും ഫിഷ് അല്ലാത്ത ഫിഷ് പേരിലുള്ള ആൾക്കാരാണ്. Nidaria is characterized by എന്ത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്? ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. നമുക്കറിയാം പോറിഫറയില് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. സിലിൻഡ്രേറ്റയില് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അതുപോലെ നിമറ്റോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോബ്ലാസ്റ്റ്, നിഡോസൈറ്റ്, സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ ഒക്കെ കാണുന്ന ആൾക്കാരാണ് നിഡേറിയ. സിലിൻഡ്രോൺ. സിലിൻഡ്രോൺ ഉള്ളത് കൊണ്ടാണ് സിലിൻഡ്രേറ്റ എന്ന് പേര് വന്നത്. നിഡോബ്ലാസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നിഡേറിയ എന്ന് പേര് വന്നത്. ഈ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. Nidaria is characterized by tissue level of organization, nematoblast, cylindrone, all. അപ്പോൾ all of the above ആണ് right answer. Notochord occurs throughout the life and all through the length of the body in cephalochordata, hemichordata, urochordata, vertebrata. Vertebrata notochord എന്തായി മാറും? Notochord is replaced by the vertebral column. Notochord മാറി അവിടെ vertebral column വന്നാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? Vertebrata എന്ന് വിളിക്കും. Urochordata എന്ന് പറഞ്ഞാൽ എന്താണ്? Chordata യൂറോ tail. ടെയിലില് മാത്രം, ലാർവയുടെ ടെയിലില് മാത്രമുള്ളവരെയാണ് ലാർവ. അഡൽട്ട് ആകുമ്പില്ല. ലാർവൽ ടെയിലില് മാത്രം നോട്ടോകോഡ് കാണുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യൂറോകോഡേറ്റ. സെഫലോകോഡേറ്റ എന്ന് പറഞ്ഞാൽ ഹെഡ് റീജൻ മുതൽ ടെയിൽ റീജൻ വരെ ഹെഡ് ടു ടെയില് നോട്ടോകോഡ് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യും. നോട്ടോകോഡ് ത്രൂ ഔട്ട് ദ ലൈഫ്, ആ ലൈഫ് മുഴുവൻ നോട്ടോകോഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെയാണ് സെഫലോകോഡേറ്റ എന്ന് പറയുന്നത്. സെഫലോകോഡേറ്റയില് നോട്ടോകോഡ് ഹെഡ് റീജൻ മുതൽ ടെയിൽ റീജൻ വരെയും അതുപോലെ നോട്ടോകോഡ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ആൾക്കാരെയാണ് സെഫലോകോഡേറ്റ എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Which one is not a feature of Anatha? Anatha എന്ന് പറയുന്നത് പാരസൈറ്റ് ആണ്. Anatha is ectoparasites on fishes.
ജോലെസ് വെർട്ടിബ്രേറ്റ് ആണ് ഏനാത്ത. ജോസ് ഇല്ല, സർക്കുലർ സക്കിംഗ് മൗത്ത് ആണ്, ജോലെസ് ആണ്. പെയർഡ് ഫിൻസ്, ഹോണി ടീത്ത്. പെയർഡ് ഫിൻസ് ഉണ്ടോ? ഇല്ല. ഡിവോയ്ഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് ഫിൻസ്. പെയർഡ് ഫിൻസും ഇല്ല, സ്കെയിൽസും ഇല്ല. ഹോണി ടീത്ത്. അപ്പോ ഇതിനകത്ത് പാരസൈറ്റ് ആണ്, ജോലെസ് മൗത്ത് ഉണ്ട്, ഹോണി ടീത്ത് ഉണ്ട്, പെയർഡ് ഫിൻസ് ഇല്ല. പെയർഡ് ഫിൻസ് ആൻഡ് സ്കെയിൽസ് ആർ ആബ്സെന്റ് ഇൻ ഏനാത്ത. അതിന്റെ ക്രേനിയോ അതുപോലെ വെർട്ടിബിൾ കോളം കാർട്ടിലേജിനസ് ആയുള്ള പെയർഡ് ഫിൻസ് ഇല്ലാത്ത കാറ്റഗറിയാണ് ഈ ഏനാത്ത. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. Which of the following pairs of animals has non-glandular skin? Glandular skin ഇല്ലാത്തവരാരാണ്? ഫ്രോഗിന് glandular skin ഉണ്ട്. അതുപോലെ സ്നേക്കിനും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ ആണ്, ഫ്രോഗിനുണ്ട്. ഇവിടെ ആർക്കൊക്കെ നോൺ ഗ്ലാൻഡുലാർ സ്കിന്ന്? ഇതിനകത്ത് ടൈഗറിനുണ്ട്. ഇതിനകത്ത് കെമലിയോൺ ആൻഡ് ടർട്ടിൽ നമ്മളെ നോൺ ഗ്ലാൻഡുലാർ സ്കിന്ന് കാണുന്നത്, ഗ്ലാൻഡ്സ് ഒന്നും ഇല്ലാത്ത സ്കിന്ന് കാണുന്നത് റെപ്റ്റീലിയക്കാണ്. റെപ്റ്റീലിയ എന്ന വാക്ക് റെപ്റ്റമോർ റിപ്പയർ എന്നതിൽ നിന്നുണ്ടായതാണ്. റെപ്റ്റമോർ റിപ്പയർ. അപ്പോ ടു ക്രോൾ ഓർ ക്രീപ്പ് എന്ന അർത്ഥം വരുന്ന റെപ്റ്റമോർ റിപ്പയർ എന്ന വാക്കിൽ നിന്നുണ്ടായതാണ് റെപ്റ്റീലിയ എന്ന പദം. അവരുടെ ബോഡിയിൽ ഗ്ലാൻഡ്സ് ഇല്ല, എപ്പിഡെർമസ്, സ്കെയിൽസ്, സ്ക്യൂട്ട്സ് ഒന്നുമില്ല, ഗ്ലാൻഡ്സ് ഒന്നും കാണുന്നില്ല. ഗ്ലാൻഡ്സ് കാണുന്ന ആർക്കാണ്? ഗ്ലാൻഡ്സ് കാണുന്നത് ആംഫീബിയക്കാണ്. അപ്പൊ നോൺ ഗ്ലാൻഡുലാർ സ്കിന്ന് കാണുന്നത് റെപ്റ്റീലിയക്കാണ്. റെപ്റ്റീലിയുടെ എക്സാമ്പിൾ ആണ് കെമലിയോൺ ആൻഡ് ടേർട്ടിൽ. നമ്മൾ ഇന്ന് അനിമൽ കിങ്ഡത്തിന്റെ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്ഷൻ ഉൾപ്പെടെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇതുപോലെ ടോപ്പിക് വൈസ് ആയിട്ട് ഏതൊക്കെ ടോപ്പിക് ആണോ നിങ്ങൾക്കുള്ളത് ആ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ MCQ ആയിട്ട് ഇനിയും വരും. വീണ്ടും കാണാം. താങ്ക് യു.